ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാസർഗോട്ടുകാരുണ്ടാക്കുന്ന ഒരു ചക്ക കാച്ചി റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ചക്ക കാച്ചതുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. ഇത് നല്ല വരിക്ക ചക്ക വേണം, നല്ല മധുരമുള്ള വരിക്ക ചക്ക വേണം. അപ്പോൾ നിങ്ങൾക്ക് ചക്ക കിട്ടിയെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനിവിടെ കുറച്ച് ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ നൈസായിട്ടുള്ള പച്ചരിപ്പൊടി ഉണ്ടല്ലോ, അത് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും 1 നുള്ള് അപ്പക്കാരം, പിന്നെ കുറച്ച് പഞ്ചസാര, അതായത് 4 ടേബിൾ സ്പൂൺ. 4 ടേബിൾ സ്പൂൺ തന്നെ വേണമെന്നില്ല, നിങ്ങളെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തു. നമുക്കുണ്ടല്ലോ ഈ ബാറ്റർ കലക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എണ്ണ ചൂടാൻ വെക്കാം. ഒരു കുഴിയുള്ള പാത്രത്തിൽ എണ്ണ ചൂടാൻ വെക്കണം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് കലക്കിയിട്ട് എടുക്കണം. ഒരു 2-3 മിനിറ്റില്ല നല്ല പോലെ ബീറ്റാക്കിയെങ്കിൽ നമുക്ക് എണ്ണയിലിടുന്ന സമയം തന്നെ അപ്പം ഉണ്ടല്ലോ, ചക്കയപ്പം നല്ല പോലെ പൊങ്ങിയിട്ട് തിരിച്ച് മറിഞ്ഞിട്ട് പോകും. അപ്പം നല്ലോണം ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇതാ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാറ്ററി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി സമയമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാം. ഞാനിവിടെ 1/2 മണിക്കൂർ വെക്കുന്നുണ്ട്. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നല്ല പോലെ ഓൾസ് എല്ലാം വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 നുള്ള അപ്പക്കാരം ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇനി നല്ല പോലെ കുരുവെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിരിക്കുന്ന ചക്ക ഉണ്ടല്ലോ, ബാറ്ററിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളു ഭാഗമെല്ലാം മാവ് എത്തുന്ന രീതിയിൽ നല്ലോണം മുക്കിയിട്ട് എടുക്കണം. നല്ല പോലെ എണ്ണ ചൂടായെങ്കിൽ തീ മീഡിയത്തിലേക്ക് ആക്കി വെച്ച പിന്നെ ഓരോ ചക്ക എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടണം. അപ്പോൾ തന്നെ നല്ല പോലെ പൊന്തിയിട്ട് വരും, നല്ല ലൈറ്റ് ഗോൾഡ് കളറാവും. തീ കൂട്ടി കൊടുക്കണ്ട. അതിൻ്റെ ഉള്ളിലത്തെ ചക്കയെല്ലാം ഒന്ന് വേണം. പിന്നെ പുറം ഭാഗം ഉണ്ടല്ലോ നല്ല മൊരിഞ്ഞിട്ട് കിട്ടണം. തീ കൂട്ടി കൊടുത്തെങ്കിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആവും. അപ്പം നമുക്ക് വിചാരിക്കും കുക്കായിന്ന്. അപ്പോൾ അത് കറക്റ്റായിട്ട് ബന്ധിട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സാവധാനത്തിൽ മീഡിയം തീയിൽ വെച്ചിട്ട് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. നമ്മൾ സാധാരണ പഴമെല്ലാം പൊരിക്കലില്ലേ, അപ്പോൾ അതേ ബാറ്ററല്ല, ഞാനിവിടെ പച്ചരിപ്പൊടി ചേർക്കുന്നുണ്ട്. ചക്ക കാച്ചുമ്പോൾ എന്തായാലും പച്ചരിപ്പൊടി ചേർക്കണം. ഇനി മൈദക്ക് പകരം ചില ആൾ തേങ്ങയും പച്ചരിയും അരച്ചിട്ട് അങ്ങനെയും കാച്ചലുണ്ട്. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പഴംപൊരി വേറൊരു ടേസ്റ്റ്, ഇത് പിന്നൊരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചക്കൻ്റെ സീസൺ ആയതുകൊണ്ട് നിങ്ങളെ പോലെ ചക്ക ഉണ്ടാവും, ഇല്ലെങ്കിൽ അയക്കുടിയിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്കിടെ ചക്കയില്ല, എൻ്റെ ഒരു ചങ്ങായി കൊടുത്തയച്ചതാണ്. അപ്പോൾ ചക്ക കിട്ടിയെങ്കിൽ ഞാൻ പല രീതിയിലുള്ള അപ്പവും ചുടലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. ദാ നല്ല ബോൾ പോലെ പൊന്തിയിട്ട് വന്നിട്ട് കണ്ടില്ലേ. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടിട്ടെടുക്കാം. ചുടുന്നതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി, അപ്പോൾ കറക്റ്റ് ക്ലിയർ കിട്ടുന്നില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ചുട്ടിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നമ്മളെ കാസർഗോഡ് ആൾക്കാരിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. നമ്മൾ എല്ലാവരും ചക്ക കിട്ടിയെങ്കിൽ ഫസ്റ്റ് ഇത് ചൂടും, അല്ലെങ്കിൽ മൂട ചൂടും, പിന്നെ നുള്ളിയിട്ടപ്പമുണ്ട്, ചക്ക നുള്ളിയിട്ടത്, അതും ഭയങ്കര ടേസ്റ്റ് തന്നെ. ഇൻഷാ അല്ലാ ഇനി ചക്ക കിട്ടിയിട്ടാകുമ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. കുറച്ചും കൂടി എല്ലാവർക്കും ഇഷ്ടമുള്ളത് മൂടയാണ്. മൂട ഭയങ്കര ടേസ്റ്റ്, ചുട്ടപ്പന്നെ തിന്നല്ല, അതിൻ്റെ പിറ്റേന്നാ തിന്നാൻ എന്തോ ഒരു പാങ്ങ തന്നെ. അപ്പോൾ മൂടൻ്റെ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചക്ക കിട്ടിയിട്ടില്ല, വളരെ കുറച്ച് ചക്കയാണ് കിട്ടിയത്. ഇനിയൊരു പ്രാവശ്യം ചക്ക കിട്ടിയെങ്കിണ്ടല്ലോ ഞാൻ മൂടയും ചുട്ടിട്ട് കാണിക്കുന്നതായിരിക്കും. ചക്ക കിട്ടാൻ ചാൻസ് എല്ലാം ഉണ്ട്. നമ്മളെ കാസർഗോഡിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അപ്പമാണ് ചക്ക മൂട. അപ്പോൾ അതും നിങ്ങൾക്കെല്ലാം കാണിച്ചു തരണം എന്നൊരാഗ്രഹമുണ്ട്. ചക്ക കിട്ടിയെങ്കിൽ ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഫീഡ്ബാക്ക് എങ്ങനെ അറിയിക്കണം അറിയോ, നിങ്ങളൊന്ന് ചുട്ടിട്ട് നോക്ക്. ചുട്ടിട്ട് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവില്ല. ചക്ക കാച്ചത് ചുടുന്ന ആൾക്കാരുണ്ടാവും, എന്നാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളെ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.